ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ടൊമാറ്റോ കെച്ചപ്പാണ്. നമ്മുടെ വീടുകളിൽ സാധാരണ ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഞാനിവിടെ 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 500 ഗ്രാം, ഏകദേശം 500 ഗ്രാം ഉണ്ടാവും. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ പീസാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതി. നല്ല റെഡ് കളറുള്ള തക്കാളി ആണെങ്കിൽ നല്ല കളറായിരിക്കും കെച്ചപ്പിന്. അതുപോലെ തന്നെ നല്ല പഴുത്ത തക്കാളിയും എടുക്കാൻ ശ്രമിക്കുക. ഇതിലേക്ക് 3 ചെറിയുള്ളി, അതുപോലെ തന്നെ ഒരു വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി ഇട്ട് കൊടുക്കാം. അഥവാ ചെറിയുള്ളി ഇല്ലെങ്കിൽ ഒരു ചെറിയ പീസ് സാധാരണ ഉള്ളി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു ചെറിയ പീസ് പട്ട, ഒരു ഗ്രാമ്പു, രണ്ടും കൂടി പോകരുത്. പിന്നെ അതിൻ്റെ ടേസ്റ്റ് വല്ലാണ്ട് മുന്നിട്ട് നിൽക്കും. അപ്പോൾ പിന്നെ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ തക്കാളിയിലുള്ള വെള്ളമൊക്കെ അങ്ങ് ഇറങ്ങി വന്നോളും. ഒരു 5-10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ ഇത് നന്നായിട്ട് വെന്ത് വരും. ഫസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അത് ചെറിയ ഫ്ലെയിമിലൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ വളരെ പെട്ടെന്ന് അത് റെഡിയായി വന്നോളും. അപ്പം എൻ്റെ തക്കാളി ഇവിടെ നന്നായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പം ഞാൻ ഇത് അടിച്ചെടുത്തതാണ്. നമുക്കിതൊന്ന് അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. അതിൻ്റെ ആ ചണ്ടിയൊക്കെ അങ്ങ് മാറ്റാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒരു അടി കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും പഞ്ചസാര വേണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. സാധാരണ കെച്ചപ്പ് ഒരു മധുര ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിക്കണം. നമുക്കിത് അടുപ്പിൽ വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് കുറുകി വന്നോളൂ. എരിവൊക്കെ കുറച്ചധികം വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയൊക്കെ അധികം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഒരു ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ആ ഒരു പാകമായാൽ നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. തണുത്തതിന് ശേഷം കുറച്ചും കൂടി അത് തിക്കായിക്കോളും. അപ്പോൾ എൻ്റെ കെച്ചപ്പ് ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നല്ല മൂടിയുള്ള ഒരു ബോട്ടിലിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല റെസിപ്പികളുമായി വരാം. താങ്ക് യു.